ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇன்றைக்கി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 15 ദിവസം കഴിഞ്ഞു. ട്രാവൽ വിത്ത് അക്ഷയ് എന്നൊക്കെ ചാനലിന് പേരിട്ടിട്ട് ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല, വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വീട്ടിൽ തന്നെ കണ്ടൻറ്റ് എടുക്കാം, എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 150 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഇവിടെ വീട്ടിൽ ഞാൻ നട്ട കുറച്ച് മരങ്ങൾ, ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഞാൻ നട്ടതാട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഞാൻ നട്ടതാവില്ല, വേറെ ആരെങ്കിലും നട്ടതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ നട്ടതാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇപ്പം ഞങ്ങളുള്ളത് ടെറസിലാട്ടോ. ആദ്യം ഞാൻ ടെറസിൽ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം എൻ്റെ മരങ്ങളുടെ. ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ടോ? ഈ കാണുന്ന മരങ്ങളൊക്കെ ഞാൻ നട്ടതാണ്. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങണ സമയത്ത് ഇവിടെ ആകെ ഉണ്ടായത് ഈ ഒരു തെങ്ങാണ്. ഈ ഒരു തെങ്ങൊഴികെ ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരു 2 എണ്ണമൊക്കെ അച്ഛൻ നട്ടതുണ്ടാവും, ബാക്കിയൊക്കെ ഞാൻ നട്ടേക്കണതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചത്. ആദ്യത്തെ മരം അങ്ങനെ ആദ്യത്തെ മരം കേട്ടോ. ഇതാണ് റംബൂട്ടാൻ വെച്ചിട്ട് ഏകദേശം 5-6 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യമാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിക്കണം. അത്യാവശ്യം എല്ലായിടത്തും നന്നായി കാച്ചിട്ടുണ്ട്. വീട്ടിലത്തെ കിളിക്കൂട് വെച്ചേക്കുന്നത് ഈ റംബൂട്ടാൻ്റെ അടിയിലാട്ടോ. അടുത്ത മരം നെല്ലിപ്പുളി. ഇത് റംബൂട്ടാൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചേക്കണേ. ഇതും വെച്ചിട്ട് ഏകദേശം 5-6 വർഷമെങ്കിലും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ റംബൂട്ടാൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നിൽക്കുന്നത് സപ്പോർട്ടാട്ടോ. സപ്പോർട്ട ഇപ്രാവശ്യം കിട്ടി, 2-3 കിട്ടി. അതിൽ കുറേ കാച്ചടൊക്കെ ഉണ്ട്. അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ നമ്മുടെ മീൻകുളം. അതിൽ ഫുള്ള് ചണ്ടി നിറഞ്ഞ് നിൽക്കുക. പക്ഷേ മീനൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനത്തെ സപ്പോട്ട, റംബൂട്ടാൻ, നെല്ലിപ്പുളി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതേ നിൽക്കുന്ന നമ്മുടെ ലൂബിക്ക ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, എല്ലാ കൊല്ലവും. ഇത് വെച്ച് 2-3 കൊല്ലം കഴിഞ്ഞപ്പോട്ടുണ്ടായി തുടങ്ങി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ലൂബിക്ക ഉണ്ടാവുന്നുണ്ട്. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ സാധാരണ നമ്മുടെ മാവ്. വീട്ടിൽ ഏകദേശം 3 മാവുണ്ട്. 2 പിന്നെ അവിടെ ഒരെണ്ണുണ്ട്. ഈ 3 മാവിൽ ഈ കാണുന്ന മാവും മൂവാണ്ടന. അത് നമ്മൾ സാധാരണ തന്നെ മുളച്ച് വന്നുണ്ടായിരിക്കണ മാവുകളാട്ടോ. ഇതും ഈ കാണുന്നത് അച്ഛൻ മണ്ണുത്തിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്ന മാവാണ്. പക്ഷേ ഇതുവരെ അതിൽ നിന്നൊരു മാങ്ങ ഞാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മാവുമ്മ മാങ്ങ മാത്രമല്ല കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ഫാഷൻ ഫ്രൂട്ട് മാവുമ്മ കൂടെ തന്നെ ഫാഷൻ ഫ്രൂട്ട് മടർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മരം കണ്ടോ? ഇത് എനിക്കൊരു അബദ്ധം പറ്റിയേക്കണ മരമാണ്. അതായത് കൊടകര പാലത്തിൻ്റെ താഴെ സബർജിലിയാണെന്ന് പറഞ്ഞ് വിറ്റത് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇത് സബർജിലിയൊന്നല്ല, പക്ഷേ ഒരു മരം നിറയെ പുഴു വരുന്ന ഒരു മരം. ഇത് വെട്ടാനായിട്ട് വീട്ടിൽ നിന്ന് നല്ല സമ്മർദ്ദം ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ നട്ട് വളർത്തിയേക്കണ കാരണം എനിക്കത് വെട്ടാൻ തോന്നുന്നില്ല. അപ്പോൾ അതങ്ങനെ വെട്ടാണ്ട് അങ്ങനെ നിർത്തിയേക്കാം. ഇതേ അടുത്ത ഫ്രൂട്ട് ഞാൻ കാണിച്ചുതരാം. മൽബറി അത് ചെറിയതാണെങ്കിലും അത് ഉണ്ടാവുന്നുണ്ട്. ഞാനിപ്പോൾ ഇപ്പോഴാണ് കണ്ടത്. ഒരെണ്ണം പഴുത്തിക്കുന്നുണ്ട്. അത് കാണിച്ചുതരാൻ കണ്ട ഒരു പഴുത്ത മൽബറി ഇരിക്കുന്നുണ്ട്. അടുത്ത ഒരു ചെറിയ ആൾ പേരയ്ക്ക. ഇതിൽ നമുക്ക് ഏകദേശം 2 പേരയ്ക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ട്. കാണാൻ ആൾ ചെറുതാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള മറ്റേ മലേഷ്യൻ പേരയുണ്ടത്. ഇനി ഞാൻ കുറച്ച് ചെറിയ ആൾക്കാരെ കാണിച്ചുതരാം. നട്ടിട്ട് നിലത്തുനിന്ന് പൊങ്ങാത്ത കുറച്ച് പേര്. ഈ കാണുന്നത് സീതാപ്പഴ. പക്ഷെ ഇത് വെച്ചിട്ട് ഏകദേശം 2 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇത് പൊങ്ങിയിട്ടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നത്
നെല്ലിക്കയാണ്, നെല്ലിക്കയുടെ മരം. ഇതും അത്യാവശ്യം ഇങ്ങനെ വളർച്ചയില്ലാണ്ട് അങ്ങനെ നിൽക്കുക. പിന്നെ അവിടെ ചെറിയൊരു മാവ് വേറെയുണ്ട്. ഈ നിൽക്കുന്ന 2 പ്ലാവ് കണ്ടോ, രണ്ടും ബഡ് ചെയ്ത പ്ലാവ്. പക്ഷേ ഇത് ഇവിടെ ശരിയാണല്ലേ, ഉഷാറാവുന്നില്ല. അങ്ങനെ തിരിഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ചെറിയൊരു വേറൊരു റംബൂട്ടാനുണ്ട്. ഇത് വെച്ചിട്ട് അധികമായിട്ടില്ല കേട്ടോ, 1 വർഷമൊന്നും ആയിട്ടില്ല. 1 വർഷം ഏകദേശം ആവുന്നുള്ളൂ ഇത് വെച്ചിട്ട്. അങ്ങനെ മാറിയ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പുതിയ ആളുണ്ട്. ഇതാണ് അബിയു വെച്ചിട്ടും ഈ ജനുവരിയിൽ വെച്ചേക്കുന്നത്. ജനുവരിയിൽ അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ വെച്ചേക്കണ മരണത്. ചെറിയ ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ട വേറൊരാൾ ഇതിൻ്റെ ചെടിയുടെ ബാക്കിലുണ്ട് കണ്ടോ, ചാമ്പ. അങ്ങനെ ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോകണം. നമുക്ക് ഫ്രണ്ടിലെ മരങ്ങളുള്ളൂ, ബാക്കിൽ നമുക്ക് അത്ര സ്ഥലമില്ലാത്തതുകൊണ്ട് ആകെ കുറച്ചുള്ളൂ. ജസ്റ്റ് കാണിച്ചിട്ട് ബാക്കിൽ നമുക്ക് പറയത്തക്ക മരങ്ങളൊന്നും ഇല്ല അധികം. ഒരു മുരിങ്ങ, പിന്നെ മുരിങ്ങയുടെ അപ്പുറത്തായിട്ട് ഒരു ഇരുമ്പമ്പുളി, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു കൊപ്പ, പിന്നെ കുറച്ച് അടയ്ക്കാരം. ഈ അടയ്ക്കാരൊക്കെ ഞാൻ നട്ടതാട്ടോ. അതിൽ ഈ ഒരു അടയ്ക്കാര ആദ്യമായിട്ട് കാച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഈ അടയ്ക്കാര ആദ്യമായിട്ട് കാച്ചേക്കണതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത